തൊഴിലുറപ്പ് തൊഴിലാളികൾ ചവറ ശങ്കരമംഗലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തൊഴിൽ നിഷേധിക്കുന്നെന്നാരോപിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC-യുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തൊഴിൽ നിഷേധിക്കുന്നെന്നാരോപിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC-യുടെ നേതൃത്വത്തിൽ ചവറ ശങ്കരമംഗലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് P. ജെർമിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ ഭൂരിപക്ഷവും കേന്ദ്ര നിബന്ധനകളെ തുടർന്ന് പുറത്തായതോടെ തൊഴിലുറപ്പ് പദ്ധതി കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് അഡ്വക്കേറ്റ് P. ജെർമിയാസ് പറഞ്ഞു. പിണറായി വിജയൻ തയ്യാറായിരിക്കുന്നു. പിണറായി വിജയൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മരുമകൻ മുഹമ്മദ് റിയാസും മകൾ വീണ വിജയനും വേണ്ടി ഭരണം നടത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ കേരളത്തിലെ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ പോലെ ഉള്ളവരെ പരമ്പരാഗത മേഖലയിൽ ജോലിയില്ലാത്തപ്പോൾ ഏക ആശ്രയമായി, ഏക ആശ്വാസമായി കുടുംബം പുലർത്തുവാൻ, കുട്ടികളെ പഠിപ്പിക്കുവാൻ, ആഹാരം വെക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുവാൻ, പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ, മക്കളെ കെട്ടിച്ചുവിടുവാൻ, ഒരു വീട് വെക്കുവാൻ, അങ്ങനെ എത്രയെത്ര സ്വപ്നങ്ങളാണ്. ഇന്ന് ഒരു പവന്റെ സ്വർണം പോലും വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കാതിലൊരു കമ്മൽ ഇട്ട് കൊടുക്കാൻ കഴിയാത്ത നിരാശയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. 73,400 രൂപ ഇന്ന് 8 ഗ്രാം സ്വർണത്തിന് വില. പണിക്കൂലിയും പണിക്കുറവും എല്ലാം കൂടെ കഴിയുമ്പോൾ 85,000 രൂപ വരെ ഒരു പവന്റെ ആഭരണത്തിന് വേണം എന്നുള്ളത് ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെയാണ്. മക്കളെ കെട്ടിച്ചയക്കാൻ, മകനൊരു മിന്നുമാല വാങ്ങാൻ പോലും സാധിക്കാത്ത വിധം നിരാശയിലാണ്. റീജിയണൽ പ്രസിഡന്റ് ജോസ് വിമൽരാജ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് യൂസഫ് കുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി. നിഷ സുനീഷ്, സന്തോഷ് തുപ്പാശ്ശേരി, പ്രശാന്ത് പൊന്മന, ജയചിത്ര, ശാലിനി, ജിജിആർ, റഷീന സലീം, സെബാസ്റ്റ്യൻ ആംബ്രോസ്, പന്മന ബാലകൃഷ്ണൻ, ടൈറ്റസ് തെക്കുംഭാഗം, ഷീല കളരിയിൽ, കുറ്റിയിൽ നിസാം, റീന ചോല, ശാലിനി, സുജ, ജയ മുരളി, കോലം ലില്ലി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.